السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ഏറെ സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കൾ, മോഡേൺ ലിറ്ററേച്ചറിന്റെ ലൈവ് ക്ലാസ്സിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. 50ാമത്തെ ഫ്രീ ലൈവ് സെഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതിൽ തന്നെ വിവിധ ഏരിയകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രധാന ഏരിയയായ മോഡേൺ ലിറ്ററേച്ചറിന്റെ 7ാമത്തെ ക്ലാസ്സിലാണ്. ഓക്കെ, നമ്മൾ എത്തിയത് നജീബ് ഹദ്ദാദിന്റെ അടുത്താണ്. നജീബ് ഹദ്ദാദ് വരെയുള്ള കുറച്ച് സാഹിത്യകാരന്മാരെ ഒരു 6 സെഷനുകളിലായിട്ട് നമ്മൾ പറഞ്ഞു. ഇനി നജീബുൽ ഹദ്ദാദിനെ നോക്കാം. അദ്ദേഹം സഫിയാണ്, പത്രപ്രവർത്തകനാണ്, ഷായറുൻ കവിയാണ്, കാലിൻ ജഡ്ജാണ്, കോടതിയിലെ ന്യായാധിപനാണ്, മുത്തർജിബുൻ പരിഭാഷകനാണ്, അദീബുൽ ലുബ്നാനിയൻ ലബനാൻ സാഹിത്യകാരനാണ്, ആഷഫി ലുബനാനു മിസ്ര ലബനാനിലും മിസ്റിലും ജീവിച്ചിട്ടുണ്ട്. ലബനാനിലും മിസ്റിലും ജീവിച്ചു. ഇപ്പൊ ലബനാനുകാരനാണ്, എന്നാൽ ലബനാനിലും മിസ്റിലും ജീവിച്ചു. ഇതുപോലത്തെ മറ്റൊരു സാഹിത്യകാരൻ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ആരാണ്? ലബനാനിലും മിസ്റിലും ജീവിച്ച് ഖലീൽ മിത്രാൻ. ഓക്കെ, ഖലീൽ മിത്രാൻ. അദ്ദേഹത്തിന്റെ ആ രണ്ട് രാജ്യങ്ങളിലെ ജീവിതവും പ്രസക്തമായതുകൊണ്ട് അദ്ദേഹത്തിന് സ്ഥാനപ്പേര് വരെ വന്നിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു സ്ഥാനപ്പേര്? ഷായറുൽ ഖത്രീനി എന്ന സ്ഥാനപ്പേര് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇദ്ദേഹം ബൈറൂത്തിലാണ് ജനിക്കുന്നത്. 1867 ബൈറൂത്തിൽ ജനിക്കുന്നു. നജീബ് സുലൈമാൻ അൽ ഹദ്ദാദ് എന്നാണ് പൂർണ്ണനാമം. 1899 മരിക്കുകയും ചെയ്തു. അപ്പൊ കുറഞ്ഞ കാലേ ജീവിച്ചിട്ടുള്ളൂ. 32 33 വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് കൊള്ളൂ. അമീൻ അൽ ഹദ്ദാദ്, തന്റെ സഹോദരൻ അമീൻ ഹദ്ദാദിന്റെ കൂടെ അദ്ദേഹം സ്ഥാപിച്ചു. അബ്ദ ബദ്രാൻ എന്ന് പറഞ്ഞ ഒരു സുഹൃത്താണ്. അമീനുൽ ഹദ്ദാദ് ആണ് സഹോദരൻ. ഇങ്ങനെ 2 പേരുടെ കൂടെ, അപ്പൊ 2 പേരും മൂന്നാമൻ നജീബ് ഹദ്ദാദ്, ഇങ്ങനെ 3 പേരും ചേർന്ന് സ്ഥാപിച്ചു ജരീദത്ത് ലിസാനുൽ അറബ് എന്ന പത്രം. നജീബ് ഹദ്ദാദ്, സഹോദരൻ അമീനുൽ ഹദ്ദാദ്, സുഹൃത്ത് അബ്ദ ബദ്രാൻ, ഈ 3 പേർ ചേർന്ന് പത്രം സ്ഥാപിച്ചു. ഇസ്കന്ദരിയ, അലക്സാണ്ട്രിയയിലാണ് ഈ പത്രം സ്ഥാപിച്ചത്. 1894 ഇവര് പത്രം സ്ഥാപിച്ചത്. അന്ന് ആ സ്ഥാപിക്കുന്ന ലിസാനുൽ അറബ് സ്ഥാപിക്കുന്ന കാലഘട്ടത്തിൽ അതൊരു വാരികയായിരുന്നു. ഒരു ആഴ്ചയിലുള്ള വിവരങ്ങൾ അറിയിക്കുന്നത്. അസ്ബഹത്ത് യോമിയ, പിന്നെ അത് ദിനപത്രമായി മാറി. ഇനി മറ്റൊരു പത്രം അസ്സലാം എന്ന പേരിൽ അദ്ദേഹം പുറത്തിറക്കുന്നു. അതിൽ നജീബ് ഹദ്ദാദും ഉണ്ട്, ഗാലിബ് തുലൈമാത്തും. നജീബ് ഹദ്ദാദും ഗാലിബ് തുലൈമാത്തും ചേർന്ന് അസ്സലാം എന്ന പേരിലുള്ള ഒരു പത്രം പുറത്തിറക്കും. രചനകൾ നോക്കും. മുഅല്ലഫാത്തിഹി തിദ്കാറു സബാ, അത് കവിതാ സമാഹാരമാണ്. തിദ്കാറു സബാ കവിതാ സമാഹാരം. മുൻതഖബാത്ത് നജീബ് ഹദ്ദാദ്, അത് കവിതകളാണ്. നജീബ് ഹദ്ദാദിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട കവിതകൾ. മുൻതഖബാത്ത് നജീബ് ഹദ്ദാദ്. അടുത്ത സാഹിത്യകാരനാണ് ഷക്കീബ് അർസലാൻ. കാത്തിബുൻ അദീബുൻ മുഫക്കിറുൻ അറബിയുൻ, അറബ് ചിന്തകൻ കൂടിയാണ് ഇദ്ദേഹം. ഫിക്രത്ത് ചിന്തല്ലേ, മുഫക്കിർ ചിന്തകൻ. ലബനാനി, ഇദ്ദേഹവും ലബനാനുകാരനാണ്. നജീബുൽ ഹദ്ദാദും ലബനാനുകാരനായിരുന്നു. ലബനാനിലും മിസ്റിലും ജീവിച്ചിട്ടുണ്ട് നജീബുൽ ഹദ്ദാദ്. ഷക്കീബ് അർസലാൻ ലബനാനുകാരനാണ്. ബൈറൂത്തിനടുത്തുള്ള ഷുവൈഫാത്ത് എന്ന ഗ്രാമത്തിലാണ് ഷക്കീബ് അർസലാൻ ജനിക്കുന്നത്. 1869 ഷക്കീബ് അർസലാന്റെ ജനനം. 1869. നജീബുൽ ഹദ്ദാദിന്റെ ജനന വർഷം ഏതാ? 1867. ഓക്കെ, 1867 നജീബ് ഹദ്ദാദ് ജനിച്ചത്. 69, 2 വർഷം കഴിഞ്ഞ് 69 ഷക്കീബ് അർസലാൻ. അമീറുൽ ബയാൻ എന്ന സ്ഥാനപ്പേര് ഇദ്ദേഹത്തിനുണ്ട്. അമീറുൽ ബയാൻ ഇസ്തഹറ ബിൽ ലഖബി അമീറുൽ ബയാൻ. അമീറുൽ ബയാൻ എന്ന സ്ഥാനപ്പേര് കൊണ്ട് പ്രസിദ്ധനായി. ഗസാറത്തി കിതാബാത്തിഹി, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളുടെ
ആധിക്യം കാരണത്താൽ നിരവധി ഗ്രന്ഥങ്ങൾ, നിരവധി എഴുത്തുകൾ എന്ന് പറയാം, ഒരുപാട് എഴുത്തുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഗ്രന്ഥരചനകളുണ്ട്, ഗ്രന്ഥമല്ലാത്ത ആയിട്ടുള്ള രചനകളുണ്ട്, നുറുങ്ങുകളുണ്ട്. അതൊക്കെ കാരണത്താലാണ് അമീറുൽ ബയാൻ എന്ന സ്ഥാനപ്പേര് അദ്ദേഹത്തിന് കിട്ടിയത്. ഷക്കീബ് അർസലാൻ എന്ന സാഹിത്യകാരനുമായി അമീറുൽ ബയാൻ എന്ന സ്ഥാനപ്പേര് ബന്ധിപ്പിക്കാൻ പ്രയാസമൊന്നുമില്ലല്ലോ. അർസലാന്, ബയാൻ, ആ നിലക്ക് രണ്ട് പേരും തന്നെ യോജിച്ചു വരുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ മതി, അർസലാൻ, ബയാൻ. അതുപോലെ തന്നെ മറ്റൊരു കാരണം കൂടി ഉണ്ട് അമീറുൽ ബയാൻ എന്ന് പറയാൻ. അബി സബബി കൗനിഹി അദീബൻ വ ഷായറൻ, സാഹിത്യകാരനും കവിയൊക്കെ ആയത് കാരണത്താലാണ് അമീറുൽ ബയാൻ എന്ന പേര് കിട്ടിയത്. ബിൽ ഇളാഫത്തി ഇലാ കൗനിഹി സിയാസിൻ, രാഷ്ട്രീയക്കാരനാണെന്നതിനു പുറമെ, അപ്പൊ രാഷ്ട്രീയക്കാരൻ കൂടിയാണ് ഷക്കീബ് അർസലാൻ. ഹസര അൽ ജിൻസിയ അൽ ഹിജാസിയ സൗദിയ അൽ ഹിജാസി, ഹിജാസ് സിറ്റിസൺഷിപ്പ്, പൗരത്വം, അഥവാ ഹിജാസ് എന്ന് പറഞ്ഞാൽ സൗദിയാണ്. സൗദിയുടെ പൗരത്വം അദ്ദേഹത്തിന് ലഭിച്ചു. സിറ്റിസൺഷിപ്പാണ് ജിൻസിയത്ത്, പൗരത്വം. കാനു യജീദുൽ ലുഗ അൽ അറബിയ വ തുർക്കിയ വൽ ഫറൻസിയ വൽ അൽമാനിയ, അദ്ദേഹത്തിന് അറബി ഭാഷ നന്നായി അറിയാം. അജാദ യുജീദു, നന്നായി അറിയുക. വ തുർക്കിയ, ടർക്കിഷ് അറിയാം. വൽ ഫറൻസിയ, ഫ്രഞ്ച് അറിയാം. വൽ അൽമാനിയ, അൽമാനിയത ജർമ്മൻ, അൽമാനിയ, ജർമ്മൻ. അപ്പൊ അറബി, ടർക്കിഷ്, ഫ്രഞ്ച്, ജർമ്മൻ, ഈ 4 ഭാഷകൾ നന്നായി അറിയുന്ന ആളായിരുന്നു. അന്നത്തെ കാലത്ത് ഫ്രഞ്ച് വളരെ പ്രാധാന്യമുള്ള ഭാഷയായിരുന്നു. കാരണം അറബി ഭാഷയിലേക്ക് സാഹിത്യം കടന്നു വരും മുമ്പ് സാഹിത്യത്തിന്റെ ഒട്ടുമിക്ക ഇനങ്ങളും, കവിത, കഥ, നാടകം പോലത്തൊക്കെ ലോകത്ത് തന്നെ നല്ല ശ്രദ്ധേയമായ നിലക്ക് വ്യാപിക്കുകയും കൂടുതൽ രചനകളൊക്കെ തിളങ്ങി നിൽക്കുകയൊക്കെ ചെയ്തൊരു ഭാഷ ഫ്രഞ്ച് ഭാഷയായിരുന്നു. ഫ്രഞ്ചും റഷ്യനും ഉണ്ട്, എന്നാലും ഫ്രഞ്ച് ആണ് മിസറിലേക്കൊക്കെ കടന്നു വരാൻ. ഫ്രാൻസിന്റെ അധിനിവേശമാണല്ലോ മിസറിലേക്ക് വരുന്നത്. അപ്പോ ആ ഒരു സമയത്തും അതിന് തൊട്ടു മുമ്പൊക്കെ ആയിട്ട് പിൽക്കാലത്ത് വരുന്ന സാഹിത്യകാരന്മാരൊക്കെ, മിസറിൽ പിൽക്കാലത്ത് വന്ന അറബ് സാഹിത്യകാരന്മാരൊക്കെ കഥയും കവിതയും നോവലും നാടകമൊക്കെ എഴുതുന്നത് ഫ്രഞ്ചിലെ സാഹിത്യത്തിന്റെ സ്വാധീന ഫലമായിട്ടാണ്. ഫ്രഞ്ചിൽ നല്ല സാഹിത്യത്തിന്റെ നല്ല നിലയായിരുന്നു ഫ്രഞ്ച്. ഫ്രഞ്ച് ഭാഷ ഒരുപാട് സാഹിത്യകൃതികൾ, സാഹിത്യകാരന്മാർ, അറിയപ്പെട്ട ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഫ്രഞ്ച് പ്രധാനമാണ്. യെസ്. മിൻ അഷ്ഹരി കുതുബിഹി, ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഒന്നൽ ഹുലുൽ സുന്ദുസിയ ഫിൽ അഖ്ബാരി വൽ ആഥാർ അൽ അൻദലുസിയ, അഖ്ബാരി വൽ ആഥാർ അൽ അൻദലുസിയ, അൽ ഹുലുൽ സുന്ദുസിയ ഫിൽ അഖ്ബാരി വൽ ആഥാർ അൽ അൻദലുസിയ. രണ്ടാമത്തത് ലിമാദ തഅഖറൽ മുസ്ലിമൂന വ തഖദ്ദമ ഗൈറുഹു. ഈ രണ്ടാമത്തത് വളരെ പ്രസക്തമായ കൃതിയാണ്, ജനപ്പെട്ട കൃതിയാണ്. ലിമാദ തഅഖറൽ മുസ്ലിമൂൻ വ തഖദ്ദമ ഗൈറുഹും, നിരവധി തവണ ചോദ്യങ്ങൾ വന്നൊരു കൃതി കൂടിയാണ് കേട്ടോ. ഇനി മുസ്തഫ കാമിൽ, മൂന്നാമത്തെ ആൾ മുസ്തഫ കാമിൽ. സഅയമുൻ സിയാസിയൻ വ കാത്തിബുൻ മുസ്ലിം, രാഷ്ട്രീയ നേതാവാണ്, ഈജിപ്ഷ്യൻ എഴുത്തുകാരനൊക്കെയാണ് മുസ്തഫ കാമിൽ. അസസൽ ഹിസ്ബൽ വതനി, ദേശീയ പാർട്ടി സ്ഥാപിച്ചു. കാനമിൻ അക്ബറിൽ മുനാഹിദീന ലിൽ ഇസ്തിമാർ, അധിനിവേശ ശക്തികൾക്കെതിരെ പോരാടിയ പ്രമുഖ നേതാക്കളിൽപ്പെട്ട ആളാണ് ഇദ്ദേഹം. അൽ മുനാഹിലീന, നാഹള എന്നാല് നെഞ്ചുകോടെ പോരാടുക, നഹള പറഞ്ഞ എണീക്കുക എന്നല്ലേ. നാഹള, ഒരാളുടെ മുമ്പിൽ സധൈര്യം നീച്ചെന്ന് പോരാടുന്നതിനാണ് നാഹള എന്ന് പറയാം. അൽ മുനാഹിലീന ലിൽ ഇസ്തിമാർ, അധിനിവേശത്തെ നെഞ്ചുകോടെ എതിർത്ത, നേരിട്ട, പ്രതിരോധിച്ച പ്രമുഖരിൽപ്പെട്ടയാളാണ് മുസ്തഫ കാമിൽ. അദ്ദേഹം മഅറൂഫാണ്, അറിയപ്പെട്ടയാളാണ്, അറിയപ്പെട്ടിരിക്കുന്നു. ബി ദൗരിഹിൽ കബീർ, വലിയ പങ്കുകൊണ്ട്, ഈ മജാലാത്തിൻ നഹ്ള, നവോത്ഥാന മേഖലയിൽ വലിയ പങ്കുകൊണ്ട് പേര് കേട്ടയാളാണ് മുസ്തഫ കാമിൽ. മിഥല നശ്രി താലിം, നവോത്ഥാന മേഖലകൾ ഏതൊക്കെയാണ്?
വിദ്യാഭ്യാസത്തിന്റെ പ്രസരണം, ദേശീയ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപനം, യൂണിവേഴ്സിറ്റി രൂപീകരിക്കുക തുടങ്ങി നിരവധി നവോത്ഥാന മേഖലയിലെ സംഭാവനകൾ കൊണ്ട് അറിയപ്പെട്ട ആളാണ് മുസ്തഫ കാമിൽ. 1874 കത്താമൽ ഗാമ എന്ന ഗ്രാമത്തിലാണ് ജനനം. അതെവിടെയാണ്? ലബനാനാണോ ഈജിപ്താണോ? കത്താമൽ ഗാമ. കത്താമൽ ഗാമ മുസ്തഫ കാമിൽ എവിടെയാണ്? സിറിയാണോ ഈജിപ്താണോ ലബനാനാണോ? മുസ്തഫ കാമിൽ മിസ്റാണ്. മിസ്ർ. കത്താമൽ ഗാമ മിസ്റാണ്. في عام 900 أصدر جريدة اللواء. 1900 اللواء എന്ന പത്രം പ്രസിദ്ധീകരിച്ചു. ودعا إلى إنشاء المدارس الأهلية. പ്രൈവറ്റ് കലാലയങ്ങൾ സ്ഥാപിക്കണമെന്ന് ആവശ്യം മുന്നോട്ട് വെച്ചു. മുസ്തഫ കാമിൽ സർക്കാർ സ്ഥാപനങ്ങളല്ല, പ്രൈവറ്റ് സ്ഥാപനങ്ങൾ വരട്ടെ എന്ന ആവശ്യം. പിന്നീട് ഈജിപ്ഷ്യൻ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കണം എന്ന ആശയവും ഇദ്ദേഹമാണ് മുന്നോട്ട് വെച്ചത്. അതിനുവേണ്ടി മുന്നിട്ടിറങ്ങി, അതിനുവേണ്ടി വാദിച്ചു. ഇനി അടുത്ത ആളും മുഹമ്മദ് ഖുർദ് അലി. 1876 ഡമസ്കസിലാണ് ഭൂജാതനായത്. ഡമസ്കസ് ഏതാ രാജ്യം? സൂരിയ. അപ്പൊ ഡമസ്കസ് സൂരിയ, അതിലാണ് മുഹമ്മദ് ഖുർദ് അലി ഉള്ളത്. മുസ്തഫ കാമിൽ ഈജിപ്ത്, ഷക്കീബ് അർസലാന്, നജീബുൽ ഹദ്ദാദ് ഇരുവരും ലിബിനാൻ. മുഫക്കിറും സിറിയൻ ചിന്തകനാണ്. വമിൻ റിജാലിൽ ഫിക്രി വൽ അദബി വസ്സലാഹ്. സാഹിത്യകാരന്മാരിൽപ്പെട്ട ആളാണ്, ചിന്തകരിൽപ്പെട്ട ആളാണ്, പരിഷ്കർത്താക്കൾപ്പെട്ട ആളാണ്. റിജാൽ സ്വലാഹ്, ഇസ്ലാഹിന്റെ ആളുകൾ, പരിഷ്കർത്താക്കൾപ്പെട്ട ആളാണ്. വൽ മുദാഫിഇ അനിൽ ലുഗ അൽ അറബി. അറബി ഭാഷയെ ചെറുത്തുനിന്ന, അറബി ഭാഷയെ പ്രതിരോധിച്ച ആളുകൂടിയാണ്. സിറിയയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി, സിറിയയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി ഇദ്ദേഹമാണ്, മുഹമ്മദ് ഖുർദ് അലിയാണ്. كان رئيسا لمجمع اللغة العربية في دمشق منذ تأسيسه سنة 19 حتى وفاته سنة 53 و900. 1913 ഡമസ്കസിലെ മജ്മഉൽ ലുഗ അൽ അറബിയയുടെ സ്ഥാപിത കാലം മുതൽ തന്റെ മരണം 1953 സംഭവിക്കുന്നത് വരെ ആ സ്ഥാപനത്തിന്റെ അധ്യക്ഷനായിരുന്നു, പ്രസിഡന്റ് ആയിരുന്നു മുഹമ്മദ് ഖുർദ് അലി. അപ്പൊ 1919 ഡമസ്കസിൽ മജ്മഉൽ ലുഗ അൽ അറബിയ സ്ഥാപിതമായത്. ഇദ്ദേഹം മരിക്കുന്നതോ 1953. 876 ജനിച്ച് 953 ഇദ്ദേഹത്തിന്റെ മരണം. കാന അവലമൻ അസസ മജ്മഅൻ ഇൽമിയൻ അറബിയൻ. ഒരു അറബിക് വൈജ്ഞാനിക സ്ഥാപനം, മജ്മഅ് കോംപ്ലക്സ്, ഒരു അറബിക് വൈജ്ഞാനിക കോംപ്ലക്സ് സമുച്ചയം സ്ഥാപിച്ച ആദ്യത്തെ ആൾ ഇദ്ദേഹമാണ്. ബഹുവ ആ സ്ഥാപനം, ആ കോംപ്ലക്സ് സമുച്ചയം മജ്മഉൽ ലുഗ അൽ അറബിയാണ്. കൃതികൾ നോക്കാം. ഖുത്തത്തുശ്ശാം, അൽ ഇസ്ലാമു വൽ ഹളാറ അൽ അറബിയ. ഇസ്ലാമും അറബ് നാഗരികതയും. മൂന്നാമത്തത് താരീഖുൽ ഹളാറ. ഓക്കെ. ഇനി ഫറഹ് അന്തോഡ് വലുത് ബി തൊറാബ്ലുസ് ലബനാൻ, സിറിയ, ലബനാൻ. തൊറാബ്ലുസ് ലബനാൻ ആണ്. തൊറാബ്ലുസിന് ഇപ്പൊ നമ്മൾ എങ്ങനെയാ പറയല്? ചിത്രങ്ങളിലൊക്കെ എങ്ങനെ കാരണം തൊറാബ്ലുസ് എന്നുള്ളതിന്? ട്രിപ്പോളി അല്ലേ? ട്രിപ്പോളി. ഓക്കെ, ട്രിപ്പോളി എന്നാണ് കാരണം, ലബനാനിലെ ട്രിപ്പോളി. സനത്ത് 1874 തൊട്ട് മുമ്പുള്ള ആള് മുഹമ്മദ് ഖുർദ് അലി 76. മുസ്തഫ കാമിൽ 74 ഫർഹന്തോണും 74. മുഹമ്മദ് ഖുർദ് അലി 76. സഹാഫിയൻ വരിവായിയൻ, പത്രപ്രവർത്തകനാണ്, നോവലിസ്റ്റ് ആണ്. മസ്രഹിയൻ, നാടകകൃത്താണ്. കാത്തിബും സിയാസിയും, രാഷ്ട്രീയ എഴുത്തുകാരനാണ്. വൈത്തുബാഴി, സാമൂഹിക എഴുത്തുകാരനുമാണ്. അസ്തറ മജല്ലത്ത് അൽ ജാമിഅ എന്ന മാഗസിൻ പ്രസിദ്ധീകരിച്ചു. വതവല്ല തഹരീറ സദൽ അഹ്റാം എന്ന പത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചു. ഏറ്റെടുത്തു.
സദൽ അഹ്റാം എന്ന പത്രത്തിന്റെ എഡിറ്റിംഗ് ഏറ്റെടുത്തു. 6 മാസം അതിന്റെ എഡിറ്റർ ആയിരുന്നു. മിൻ അബ്റസിൽ അഅ്മാൽ അല്ലത്തി തറക്കഹ ലനാ ഫർഹന്ദുൻ. ഫർഹന്ദുൻ നമുക്ക് വേണ്ടി ഒഴിച്ചിട്ട പ്രമുഖ കൃതികൾ അതേതാണ്? ഇബ്നു റുഷ്ദ് ഫൽസഫത്തുഹു. ഇബ്നു റുഷ്ദും ദാർശനികതയും. ഇബ്നു റുഷ്ദും ദാർശനികതയും. അൽ ഹുബ്ബ് ഹത്തൽ മൗത്ത്, അദ്ദീനു വൽ ഇൽമു വൽ മാൽ. ഓക്കേ. മിൻ അജ്മലി റിവായത്തിഹി, ഫർഹന്ദോന്റെ മികച്ച നോവൽ റിവായത്തു അദ്ദീനു വൽ ഇൽമു വൽ മാൽ. നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ്. അദ്ദീനു വൽ ഇൽമു വൽ മാൽ. ഇതാണ് ഫർഹന്ദോന്റെ ഏറ്റവും മികച്ച നോവൽ. ഷക്കീബ് അർസലാന്റെ മികച്ച കൃതി നമ്മൾ പറഞ്ഞിരുന്നത് ഏതായിരുന്നു? ഷക്കീബ് അർസലാന്റെ മികച്ച കഴിഞ്ഞോ? തഖദ്ദമ ഗൈറുഹും എന്നില്ലേ? ലിമാദാ തഅഖറൽ മുസ്ലിമൂന വതഖദ്ദമ ഗൈറുഹും. ഇനി അടുത്ത ഇടയ്ക്ക് ഒരു ചോദ്യം നോക്കാം. ഷായറുൽ ഇല്യാദ അൽ ഇസ്ലാമിയ, ഇസ്ലാമിക് ഇല്ലിയഡ് കവി ആരാണ്? മാറൂഫ് റുസാഫി, യഹിയ ഹഖി, അഹ്മദ് മുഹറം, ഖലീൽ മുത്രാൻ. മാറൂഫ് റുസാഫി, യഹിയ ഹഖി, അഹ്മദ് മുഹറം, ഖലീൽ മുത്രാൻ. ഓക്കെ, ഉത്തരം കമന്റ് ചെയ്യാം. ഓക്കെ, പല അർത്ഥങ്ങളും പല ഉത്തരങ്ങൾ വരുന്നുണ്ട്. അഹ്മദ് മുഹറം, മുഹറം, അഹ്മദ് മുഹറം. അദ്ദേഹം ഈജിപ്തുകാരനാണ്. നളമ മൽഹമതൻ നബവിയത്തൻ, ഒരു പ്രവാചക പ്രകീർത്തന ഇതിഹാസ കാവ്യം. രചിച്ചു. മജിദുൽ ഇസ്ലാം. മജിദുൽ ഇസ്ലാം എന്ന പേരിലാണ് അദ്ദേഹം പ്രവാചക പ്രകീർത്തന ഇതിഹാസ കാവ്യം രചിച്ചത്. ആ മജിദുൽ ഇസ്ലാം എന്ന പേരിലുള്ള കവിത, ആ കവിത അറിയപ്പെടുന്നു, ആ മൽഹമത്ത് ഇതിഹാസ കാവ്യം അറിയപ്പെടുന്നു ബി ഇല്യാദ അൽ ഇസ്ലാമിയ, ഇസ്ലാമിക് ഇല്ലിയഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ മജിദുൽ ഇസ്ലാം എന്ന ശീർഷകത്തിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വീരേതിഹാസങ്ങൾ രചിച്ച ഒരു കവിത അദ്ദേഹം രചിച്ചത് കാരണത്താൽ ആ കവിതയെ ഇസ്ലാമിക് ഇല്ലിയഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിനെന്ത് ഇല്ലിയഡ് എന്ന പേര് വന്നത്? ഇല്ലിയഡ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഒരു കഥാപാത്രമല്ലേ? ഇല്ലിയഡ് ഒരു കഥാപാത്രമാണ്. ഇല്ലിയഡ് പറഞ്ഞോളൂ. ഇല്ലിയഡ് ഒരു എപ്പിക് ആണ്, ഒരു ഇതിഹാസ കാവ്യാണ് ഇല്ലിയഡ് കേട്ടോ. ഇല്ലിയഡ് ഒഡീസി എന്ന് കേട്ടുകളില്ലേ? ഇല്ലിയഡ് ഒഡീസി, ഇത് രണ്ടെണ്ണവും. ഇല്ലിയഡ് 1, 2 ഒഡീസി. ഇത് രണ്ടും ഒരു ഇതിഹാസ കാവ്യം, രണ്ടും ഓരോ ഇതിഹാസ കാവ്യങ്ങളാണ്. ഗ്രീക്ക് സാഹിത്യകാലത്ത് BC ADക്ക് മുമ്പ് BCയിലാണ് ഈ കൃതികൾ രചിക്കപ്പെട്ടു, വിരചിതമായത് എന്ന് കരുതപ്പെടുന്നത്. ഇതിന്റെ രചയിതാവ് ആരാണ്? ഇലിയഡിന്റെയും ഒഡീസിയുടെയും രചയിതാവ് ഒന്ന് തന്നെയാണ്. ആരാ രചിച്ചത്? ഹോമറാണ്. ഹോമറിന് ഓർമ്മയില്ലേ? ഹോമറാണ് ഇലിയഡ് രചിച്ചത്, ഒഡീസി രചിച്ചത്. ഗ്രീക്ക് സാഹിത്യകാരനായിരുന്നു ഹോമർ. അപ്പോ ഇലിയഡ് ഇതിഹാസ കാവ്യാണ് രചിച്ചത്. ഇലിയഡ് രചിച്ചതും ഇതിഹാസ കാവ്യമായിരുന്നു. അന്നത്തെ യുദ്ധവും കാര്യങ്ങളൊക്കെ ഇതിവൃത്തമാക്കിക്കൊണ്ടാണ് ഇലിയഡ് എന്ന കവിത ഹോമർ രചിച്ചത്. അപ്പൊ അതേ രീതിയിലും ശൈലിയിലും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വീരേതിഹാസങ്ങൾ, യുദ്ധ സംഭവങ്ങളൊക്കെ ഇതിവൃത്തമാക്കിക്കൊണ്ട് മജിദുൽ ഇസ്ലാം എന്ന പേരിൽ അഹ്മദ് മുഹറം ഒരു കവിത രചിച്ചപ്പോ അത് ഇസ്ലാമിക് ഇല്ലിയഡ് ആണ് എന്ന പേര് അതിന് കൈവന്നു. ആ ഇല്ലിയഡ് ഉണ്ടാക്കിയ ആൾ എന്ന പേരിൽ ഷായറുൽ ഇല്യാദ അൽ ഇസ്ലാമിയ എന്ന് അഹ്മദ് മുഹറമിനും സ്ഥാനപ്പേര് വന്നു. ഓക്കെ, അഹമ്മദ് മുഹറം എന്ന സാഹിത്യകാരനെ കുറിച്ച് ഈ 1-2 പോയിന്റ് മാത്രമേ ചോദിക്കാറുള്ളൂ. ഇസ്ലാമിക് ഇല്ലിയഡ് കവി ആരാണ്? എന്റെ ശീർഷകം എന്താണ്? ഈ മജിദുൽ ഇസ്ലാം എന്നുള്ളതിന്റെ ലഖബ് എന്താണെന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനി അവസാനത്തെ ഒരാളെ കൂടി നമുക്ക് ഈ ക്ലാസ്സിൽ പരിചയപ്പെടാം. ഹുദാ ഷാറാവ്. ഈ നാഷിത്ത നിസവിയ മിസ്രിയ, ഈജിപ്തിലെ സ്ത്രീപക്ഷ പ്രവർത്തകയാണ്. ഈ മജാലി ഹുഖൂഖിൽ മർഅ, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ഈജിപ്ഷ്യൻ സ്ത്രീപക്ഷ പ്രവർത്തകയാണ്. ഖൗമിയ, ദേശീയ പ്രവർത്തകയുമാണ്. മുഅസ്സിസത്തുൽ ഇത്തിഹാദ് നിസവി അൽ മിസ്രി, ഈജിപ്ത് സ്ത്രീപക്ഷ യൂണിയന്റെ
സ്ത്രീപക്ഷ യൂണിയന്റെ സ്ഥാപകയുമാണ് ഇവർ ഹുദ ഷാറാർ. ഈജിപ്തിലെ സ്ത്രീകളുടെ അസോസിയേഷന്റെ ഫെഡറേഷന്റെ സ്ഥാപക കൂടിയാണ് ഹുദ ഷാറാർ. 1877 ഇവരുടെ ജനനം. മിസറിൽ തന്നെയാണ് അൽ അൽമനിയ എന്ന നഗരത്തിലാണ് ഇവർ ജനിച്ചത്. ഈ സയ്യിദ് മിസ്ർ എന്ന മിസ്ർ ഭൂമികയിലെ മിസറിലെ അൽമനിയ എന്ന നഗരത്തിലാണ് 1877 ഇവർ ജനിക്കുന്നത്. ഈജിപ്തിലെ പ്രമുഖ ആക്ടിവിസ്റ്റുകളിൽ പെടുന്നു. ഇവർ പരിഗണിക്കപ്പെടുന്നു. മിൻ അബറസി അന്നാഷിതാത്തിൽ മിസ്രിയാത്ത്, ഈജിപ്തിലെ പ്രമുഖ പ്രവർത്തകകളിൽ ആക്ടിവിസ്റ്റുകളിൽ അല്ലാത്തി ശക്കൽന താരീഖ അൽ ഹറക്കത്തി മുസവിയ ഈ മിസ്ര, ഈജിപ്തിലെ സ്ത്രീപക്ഷ മൂവ്മെന്റിന്റെ ചരിത്രം രൂപീകരിച്ച, ഈജിപ്തിലെ വനിതാ മൂവ്മെന്റിന്റെ ചരിത്രം രൂപീകരിച്ച മിസ്ർ ആക്ടിവിസ്റ്റ് വനിതകളിലെ പ്രമുഖ അംഗമാണ് ഹുദ ഷാറാർ. ബിനിഹായത്തുൽ ഖർൻ 19ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ 20ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ, അപ്പൊ 1950 വരെ, 1870 മുതൽ 1890 മുതൽ 1950 വരെയുള്ള ആ കാലഘട്ടത്തിൽ. ഓക്കെ, ഇന്ന് അലിയിൽ ജാരിം എന്നാണ് കൂടി നമ്മൾ നോക്കുന്നത്. അലിയിൽ ജാരിം ആളെ കേട്ടിക്കണോ? നിങ്ങൾ ഇയാളെ കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെയാണ് ഇദ്ദേഹത്തെ കേട്ടത്? ഏത് മേഖലയിലാണ് നിങ്ങൾ കേട്ടത് അലിയിൽ ജാരിമിനെ? ബലാഗയിൽ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബലാഗയിൽ എവിടെ കേട്ടു? അതിന്റെ ബല എന്ന് പറയുന്ന ബുക്ക് രചിച്ചത് അലിയിൽ ജാരിം മുസ്തഫ അമീൻ. ഓക്കെ, അതന്നെ. ബലാഗ എന്ന പുസ്തകം രചിച്ചത് അലിയിൽ ജാരിമും മുസ്തഫ അമീനും ആണ്. അങ്ങനെ 2 പേർ ചേർന്നാണ് പുസ്തകം രചിച്ചത്. ഓക്കെ, അദീബുൻ വ ഷായറുൻ കാത്തിബു ഒക്കെയാണ്. 1881 റഷീദ് എന്ന നഗരത്തിലാണ് ജനിച്ചത്. ഈജിപ്തുകാരൻ തന്നെയാണ്. ഒഴിയന ബിമൻസിബി കബീരി മുഫത്തിശി ലുഗ അൽ അറബിയ, അറബി ഭാഷ പരിശോധകരുടെ നേതാവ്, കബീർ മുഫത്തിശി, പരിശോധകരുടെ ഇൻസ്പെക്ടർമാരുടെ തലവൻ എന്ന പദവിയിൽ അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. തുമ്മ ഒഴിയന വക്കീലി ദാറുൽ, പിന്നെ ദാറുൽ ഉലൂമിന്റെ അറ്റോർണിയായി, വക്കീലായി. ബഖിയ ഫിഹ, ദാറുൽ ഉലൂം തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞത്. 1924 വരെ ദാറുൽ ഉലൂം തന്നെ. ദാറുൽ ഉലൂമിന്റെ ഏജന്റ് ആയിരുന്നു. കാമൽ ജാരിം, അലിയിൽ ജാരിം നിർവഹിച്ച കുതുബിൽ മദ്രസിയ നിരവധി പാഠപുസ്തകങ്ങൾ നഹ്വിൽ. പിന്നെ അതിൽപ്പെട്ട ഒരു പാഠപുസ്തകമാണ് നഹ്വുൽ വാളിഹ്. മുസ്തഫ അമീനും അലിയിൽ ജാരിമും ചേർന്ന് രചിച്ച മറ്റൊരു കൃതിയാണ് അന്നഹുൽ വാളിഹ്. ഷാറഖ ഫി ഇസ്താരി കുതുബിൻ ഉഖറ, അദ്ദേഹം മറ്റു പല പുസ്തകങ്ങളും പ്രസിദ്ധീകരിക്കുന്നതിലും പങ്കുകൊണ്ടിട്ടുണ്ട്. മിഥില അൽ മുജ്മലു മിനൽ അദബിൽ അറബി എന്ന പുസ്തകം, അതുപോലെ വൽ മുഫസ്സൽ, അൽ ബലാഗത്തുൽ വാളിഹ, മുസ്തഫ അമീൻ. ബലാഗത്തുൽ വാളിഹ കൂടെ മുസ്തഫ അമീൻ ഉണ്ട്, തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ 2 പേരും അലിയിൽ ജാരിമും മുസ്തഫ അമീനും കൂടി ചേർന്ന് രചിച്ച മറ്റൊരു പുസ്തകമാണ് അന്നഹുൽ വാളിഹ്. ഈ 2 പുസ്തകവും പ്രത്യേകിച്ച് കേരളക്കരയിൽ കലാലയങ്ങളിൽ അറബി പാഠശാലകളിൽ പഠിപ്പിക്കപ്പെടും. ഓക്കെ, നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. ബാക്കി ഇൻഷാ അല്ലാഹ് മറ്റൊരു ക്ലാസ്സിൽ ഉടനെ തന്നെ നമുക്ക് കാണാം. ശുക്രൻ, ജസാക്കുമുല്ലാഹു അഹ്സനൽ ജസാ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.